ദിലീഷ് പോത്തൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിജോ മോളുടെ അരങ്ങേറ്റം. അതേ വർഷം തന്നെ വാണിജ്യപരമായി വിജയിച്ച കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിൽ രണ്ടാം നായികയായി അഭിനയിച്ചു. മൂന്നാമത്തെ സിനിമയായ ഹണി ബി 2-വിൽ ഭാവനയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വേഷം ചെയ്തു. സിദ്ധാർത്ഥ നായകനായ സിവപ്പ് മഞ്ഞൾ പച്ചൈ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല ലിജോ മോളുടെ ഗംഭീര പ്രകടനം വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യയുടെ ജയ് ഭീം എന്ന ചിത്രത്തിലെ ശെങ്കനിയുടെ പ്രകടനം കണ്ട് സിനിമാ ലോകം സ്തംഭിച്ചു പോയി. ജയ് ഭീം എന്ന സിനിമയിൽ ശെങ്കനി എന്ന പൂർണ്ണ ഗർഭിണിയായ ഇരുളർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി പെൺകുട്ടിയായി ലിജോ മോൾ സാമ്യതകളില്ലാത്ത അസാധാരണമായ അഭിനയപാടവം കാഴ്ചവെച്ച് സിനിമാ പ്രേമികളെയും നിരൂപകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. നഷ്ടപ്പെട്ട തൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ശെങ്കനിയുടെ പോരാട്ടം ഇതിവൃത്തമായ സിനിമയിൽ നടിപ്പിൻ നായകൻ സൂര്യയെപ്പോലും ലിജോ മോൾ ഒതുക്കിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലിജോ മോളുടെ ഒരു ഒറ്റയാൻ പ്രകടനമായിരുന്നു ജയ് ഭീമിൽ കണ്ടത്. ശെങ്കനി എന്ന കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ലിജോ മോൾ യഥാർത്ഥ ഇരുളർ ആദിവാസികളുടെ കൂടെ ദിവസങ്ങളോളം കഴിയുകയും പെരിച്ചാഴിയും മറ്റും പിടിക്കുന്നതും അവരുടെ ജീവിതവും പഠിക്കാൻ ശ്രമിച്ചു. വളരെയധികം ബുദ്ധിമുട്ടിയതിന് ആ കഥാപാത്രം 100% നല്ല രീതിയിൽ ചെയ്യാൻ ലിജോ മോൾക്ക് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന ചിത്രത്തിൽ ലിജോ മോൾ സ്റ്റെഫി ഗ്രാഫ് എന്ന കഥാപാത്രമായി അഭിനയിക്കുകയല്ലായിരുന്നു, അക്ഷരാർത്ഥത്തിൽ അവർ ജീവിച്ചു കാണിക്കുകയായിരുന്നു. ഒരു സാധു കുടുംബത്തിലെ സ്റ്റെഫി ഗ്രാഫ് എന്ന പെൺകുട്ടിയായി ലിജോ മോൾ നിറഞ്ഞാടി. വിവാഹ കമ്പോളത്തിൽ വിലപേശലിൽ നിന്നു കൊടുക്കുന്ന പെൺകുട്ടികളുടെ നിസ്സഹായാവസ്ഥ ഭാവപൂർണിമയോടെ ലിജോ മോൾ മികവുറ്റതാക്കി. കൊല്ലം ജില്ലയുടെ കഥ പറയുന്ന ചിത്രത്തിൽ അവിടെയുള്ളവരുടെ ജീവിതം പഠിക്കാൻ ദിവസങ്ങളോളം ലിജോ മോൾ കൊല്ലത്ത് തന്നെ താമസിച്ചു. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരോട് സംസാരിച്ച് അടുത്ത് ഇടപഴകി 2 ആഴ്ചയോളം അവർക്കിടയിൽ അവരിലൊരാളായി കഴിഞ്ഞു. അവരുടെ ജീവിത രീതികളും ശരീരഭാഷയും സംസാര രീതിയും കണ്ടുപിടിച്ചു. ആ മുന്നൊരുക്കങ്ങളൊന്നും പാഴായില്ല. പൊന്മാനിലെ സ്റ്റെഫി ഗ്രാഫ് എന്ന കഥാപാത്രം അത്രയധികം ഭംഗിയാക്കുവാൻ ലിജോ മോൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്രയൊക്കെ നല്ല കഥാപാത്രങ്ങൾ ലിജോ മോൾ ചെയ്താലും ഇല്ലെങ്കിലും ജയ് ഭീമിലെ ശെങ്കനി നമ്മുടെ മനസ്സിൽ തറഞ്ഞു തന്നെ നിൽക്കും. അതിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. ശെങ്കനിയുടെ ദുഃഖം ഘനീഭവിക്കുന്ന കണ്ണുകൾ നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. ഊർവശിക്കും മഞ്ജു വാര്യറിനും മീര ജാസ്മിനും ശേഷം നമുക്ക് കിട്ടിയ അതുല്യ പ്രതിഭയായ നടിയാണ് ലിജോ മോൾ. ഇനിയും അവർക്ക് തൻ്റെ അഭിനയ സിദ്ധികൾ പുറത്തെടുക്കുവാനുള്ള നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് GPS മീഡിയ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.